വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. പിന്നെ എല്ലാ ദിവസം പറയുന്നവരെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്കൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ജ്യോതിഷമൊക്കെ നോക്കാനുള്ള പങ്ക്തി എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് നടക്കുന്നുണ്ട്. അതിനകത്തേക്ക് വരാനായിട്ട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് വരിക. അതുപോലെ തന്നെ വാട്സാപ്പിലും കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടേക്ക് വരാം. ഫ്രീ ആയിട്ടുള്ള ജാതക പരിശോധനയൊക്കെ നടത്തി ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ നടത്താം. അതുപോലെ വീട്ടിലെ പ്രശ്നങ്ങൾ, അതായത് ജാതകവശാലല്ലാത്ത പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ഭാര്യ ഭർത്തൃ കലഹം, അങ്ങനെ രോഗങ്ങൾ ദുരിതങ്ങളൊക്കെ ഉള്ളവർ, ബാധദോഷമുള്ളവരൊക്കെ, ശത്രുദോഷമൊക്കെ ഉള്ളവരെയൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ പൈസയുടെ ചിലവുണ്ട്. അത് ഫ്രീ ആയിട്ട് ചെയ്ത് നടക്കില്ല. അല്ലാതെയുള്ള ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ നടത്താനായിട്ട് എല്ലാ ദിവസവും രാവിലെയുള്ള ലൈവിൽ പെരുന്നാളുടെ, അതുപോലെ വൈകിട്ടുള്ള ലൈവിലും പെരുന്നാളൊക്കെ ഇട്ട് കഴിഞ്ഞ് അർച്ചനയൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അയ കെട്ടാൻ എവിടെയൊക്കെ കെട്ടാൻ തിരുമേനി എന്നുള്ള ചോദ്യം. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോസിൻ്റെ അതേ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. ചെരുപ്പ് എവിടെ ഇടാമെന്നുള്ളതിൻ്റെ വീഡിയോൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് പറയുക. അപ്പോൾ അയ എവിടെ കെട്ടാമെന്നുള്ള രണ്ട് പേരുടെ ചോദ്യങ്ങളുടെ ഉത്തരമാണ് പറയാനായിട്ട് പോവുക. അപ്പോൾ അതിനകത്ത് അയ നമുക്ക് കെട്ടാനായിട്ട് തുണിയൊക്കെ വരുത്തിടാനായിട്ട് കെട്ടാൻ പാടില്ലാത്ത മൂലകൾ, അതൊക്കെ ദരിദ്രം, ദുഃഖം, മരണം വരെയൊക്കെ സംഭവിക്കാവുന്ന ഒരു ഇതാണ് മൂലകൾ. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട മൂല എന്ന് പറഞ്ഞാൽ ഈശാന കോണിൽ ഒരിക്കലും, ഈശാന കോണെന്ന് പറഞ്ഞാൽ കിഴക്ക് വടക്ക് മൂലേനെയാണ് നമ്മൾ ഈശാന കോണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈശ്വരൻ്റെ ഇത് വരുന്ന ഒരു ദൃഷ്ടി കൂടിയാണ് അവിടെ ഒരിക്കലും അയ കെട്ടാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ അടുത്തൊരു കോണമെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ മൂല, അതായത് കന്നിമൂല എന്ന് പറയും. ഈ കന്നിമൂലയിലും ഒരിക്കലും അയ കെട്ടി ഇടാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ വീടിൻ്റെ പ്രധാന വാതിലിന് നേരെയും അകത്താണെങ്കിലും അത് പാടില്ല, അയ കെട്ടാനായിട്ട് പാടില്ല. ദുരിതങ്ങളും അതുപോലെ തന്നെ അപകടങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇത്തരം സ്ഥലങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഈ അടുക്കളയിൽ ഒരു കാരണവശാലും തുണി ഇടാനായിട്ട് പാടില്ല. പ്രധാന ഹോളിന് തിരി വെക്കണ സ്ഥലത്ത് പ്രധാന മുറിക്ക് നേരെ ഇതൊന്നും അഴ കെട്ടിടാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം, എന്നാൽ പിന്നെ ഞങ്ങൾ എവിടെ കൊണ്ട് അഴയിടും? വീടിൻ്റെ പുറത്തും ഇടാൻ പറ്റില്ല, താഴെ ഇടാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. അപ്പോൾ എവിടെ കൊണ്ട് അഴയിടും? നമ്മൾ അടുക്കളയോട് ചേർന്ന് വരുന്ന ഒരു ചായപ്പൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഭാഗത്തേക്ക് നമുക്ക് അയ കെട്ടി ഉണക്കാനിടാം. അതൊന്നും പ്രശ്നമില്ല. പ്രധാന അടുക്കളയുടെ അതിനകത്താവരുത്, നേരെ ഹാളിലാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് മൂലയാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വായുകോണാണ്. ആ വായുകോണിൽ കാറ്റ് കടന്നു വരുന്നൊരു സ്ഥലമാണല്ലോ വായുകോൺ. അവിടെ ഇടാം, ധൈര്യമായിട്ട് ഇടാം, ഒരു പ്രശ്നമില്ല. വായുകോണിൽ അവിടെ ഇരുന്നത് ഏറ്റവും ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നൊരു സ്ഥലമാണ് വായുകോൺ. അവിടെ നമുക്ക് ധൈര്യമായിട്ടും ഇടാം. കന്നിമൂലയ്ക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രകൃതിയുടെ അനുസരിച്ച് മലനിരകളുടെയും ഇതിന് നമുക്ക് അവിടെ നിന്നൊരു കാറ്റ് വരും. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്നാണ് നമ്മുടെ കാറ്റിൻ്റെ ഒരു പ്രവണത. അതായത് നമ്മൾ പകലല്ലാതെ വീശുന്ന കാറ്റല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നേരിയൊരു കാറ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ബാത്റൂം അങ്ങനെ പലയൊക്കെ വന്നാൽ നമുക്ക് ദുരിതം, അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് കാരണന്മാർ കന്നിമൂലയ്ക്ക് ബാത്റൂം ഇതൊന്നും പാടില്ല, ഏറ്റവും ശുദ്ധമായിട്ട് എടുക്കുന്ന സ്ഥലമെന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ അയൊക്കെ അവിടെ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അപ്പോൾ എല്ലാ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു. നന്ദി, നമസ്തേ.